ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വെള്ളയപ്പമാണ് തയ്യാറാക്കുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. വെള്ളയപ്പത്തിന് വേണ്ടി നമ്മൾ പച്ചരി 7 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തേങ്ങാവെള്ളമാണ്. ഇതിൽ 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കി വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ പച്ചരി വെള്ളത്തിലിട്ടപ്പോൾ തന്നെ എടുത്തു വെച്ചിരുന്നതാണ്. ഇതിപ്പോൾ ഒരു 7 മണിക്കൂർ ആയിട്ടുണ്ട്. ഇങ്ങനെ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാരയും ചേർത്ത് കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. എങ്കിലും മാത്രമേ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പാകത്തിന് പുളിച്ച് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ഒരൽപ്പം ജീരകം എന്നിവയാണ്. 1.25 കപ്പ് അരിക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ കപ്പിലേക്ക് കുതിർത്ത് വെച്ചിരുന്ന പച്ചരി ഇട്ട് കൊടുക്കാം. അരി അരയ്ക്കുന്നതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാവെള്ളമാണ് എടുക്കുന്നത്. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നമ്മൾ അരി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. തേങ്ങാവെള്ളം ചേർത്തിട്ടാണ് ഈ അരി അരച്ചെടുത്തിരിക്കുന്നത്. ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഒരുപാട് ലൂസുമല്ല, അതുപോലെ തന്നെ ഒരുപാട് തിക്കുമല്ല. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. തേങ്ങ ചിരകിയത്, ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം, 1 തവി ചോറ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ് എന്നിവ നമുക്ക് അല്പം വെള്ളവും ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതൊന്ന് അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്താൽ മതി. ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ അരഞ്ഞു കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. നമ്മുടെ വെള്ളയപ്പത്തിനുള്ള ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഇനി നമുക്ക് ഈ മാവ് പുളിച്ചു വരുന്നതിനായിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം. മാവ് പുളിക്കാൻ നമ്മൾ ഒരു 10 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിപ്പോൾ ഒരു 10 മണിക്കൂർ വെച്ചതിന് ശേഷം തുറന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളയപ്പത്തിനുള്ള മാവ് പാകത്തിനായിട്ടുണ്ട്. വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വീണ്ടും മൂടി വയ്ക്കാം. ഇതിനി ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം വേണം നമുക്ക് അപ്പം തയ്യാറാക്കാൻ. ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇനി പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പത്തിന് ഒരല്പം കട്ടി ഉണ്ടാവണം. ഇനി നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ വെള്ളയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് 1 തവി മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്.
നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണിത്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്